ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. ഇതിൽ നമ്മൾ ഈ സെഷൻ്റെ ലാസ്റ്റ് ഫിഫ്ത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് ബട്ട് വൺ ക്ലാസ്സാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും ഇതിനി ആവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ആവർത്തിക്കാതിരിക്കാൻ വയ്യ. നമ്മൾ സ്വന്തമായിട്ട് പ്രോഗ്രാം ചെയ്താലേ നമ്മുടെ പൈത്തൺ പഠിക്കുള്ളൂ. അപ്പം നമ്മളെല്ലാ എക്സസൈസിനെ പോലെ തന്നെ ഈ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ ലളിതമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ തരാൻ രണ്ട് റീസണുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇവിടെ ഉണ്ട്, അതിൻ്റെ റിവിഷനാണ്. ഇവിടെ എന്താണ്, നമ്മളിത് ഇതേ ഫംഗ്ഷൻ പഠിച്ചാണ് ക്ലാസ്സിൽ. ഡ്രോ ലൈൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതിൻ്റെ സിൻടാക്സ് കണ്ടില്ലേ? ഡെഫ് ഉണ്ട്, അത് കഴിഞ്ഞ് ഡ്രോ ലൈൻസ്, ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഒരു കോളം ഉണ്ട്. ഇത് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. എന്നിട്ടാണ് ഫോർ ഐ ഇൻ റേഞ്ച് 2 എന്ന് പറയുമ്പോൾ ആദ്യം i 0 ആയിരിക്കും, പിന്നെ i 1 ആയിരിക്കും. പ്രിൻറ്റ് 20 ഇൻറ്റു അണ്ടർസ്കോർ. അപ്പോൾ 20 അണ്ടർസ്കോർസ് വരും. പിന്നെന്തുണ്ട് അടുത്ത ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എന്താണ്? ഡ്രോ ലൈൻസ് 3 എന്നാണ്. ഇതിൽ 3 ആർഗ്യുമെൻ്റ് ഉണ്ട് ഈ ഫംഗ്ഷന്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് CH ആണ്, ക്യാരക്ടർ. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്താണ്? നമ്പർ ഓഫ് ലൈൻസ് ആണ്. മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ലൈൻ ലെങ്ത് ആണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കണം. ഫോർ ഐ ഇൻ റേഞ്ച് നമ്പർ ഓഫ് ലൈൻസ്, പിന്നെ പ്രിൻറ്റ് ലൈൻ ലെങ്ത് ഇൻറ്റു CH. ഇങ്ങനെയൊക്കെയാണ് ഈ ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരയ്ക്കുക. എന്നിട്ട് കമ്പ്യൂട്ടറിൽ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പാടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതല്ല വേണ്ടത്, നമ്മൾ മനസ്സിലിട്ട് ചിന്തിക്കണം. ചിന്തിച്ച് കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ലളിതമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. റൈറ്റ് ഫങ്ഷൻസ് ദ ഡ്രോസ് ദ ഫോളോയിങ് പാറ്റേൺസ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഡ്രോ ലൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, ഫംഗ്ഷൻ വിളിച്ചാൽ ഈ പടം വരണം. വേറെ ഫംഗ്ഷൻ വിളിച്ചാൽ എന്ത് വേണം? ഈ പടം വരണം. ഈ രണ്ട് ഫംഗ്ഷൻ ആദ്യം എഴുതണം. ആ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞിട്ട് പിന്നെന്താണ്? റൈറ്റ് എ പ്രോഗ്രാം ടു ഡ്രോ ദ ഫോളോയിങ് ഫിഗർ ബൈ കോളിംഗ് ദി എബവ് ഫംഗ്ഷൻ. നമ്മളിപ്പോൾ 2 ഫംഗ്ഷൻ എഴുതിയല്ലോ, അതിന് ഞാൻ ഒരു ഹിൻഡ് തരാം. ഒന്നാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഈ പടം വരും. രണ്ടാമത്തെ ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഈ പടം വരും. അപ്പോൾ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പടം വരയ്ക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x1 y1 ആൻഡ് x2 y2. ആ ഫംഗ്ഷൻ്റെ പേര് ഞാനിവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേര് ഡിസ്റ്റൻസ് 2D എന്നാണ്. അതിൽ എത്ര ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്? 4 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും? ഒരു വാല്യൂ ആണ്. അത് ഡിസ്റ്റൻസാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യമാണ്. എന്താണ് ഈ 2 കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് വേണം. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ സെഷനിൽ, ഈ മോഡ്യൂളിലെ മൂന്നാമത്തെ സെഷനിൽ മോഡ്യൂൾസിനെ പറ്റി പഠിച്ചിരുന്നു. നമ്മളപ്പോൾ മാത്ത് മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്താണ്, ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനുണ്ട്. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ്, math.sqrt. അപ്പോൾ ഇതിൻ്റെ അകത്ത് math.sqrt, നമ്മൾ math.sqrt ഞാൻ ക്വിക്കായിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. ഫോർന്ന് കൊടുത്താൽ എന്ത് വരും? മാത്തിന് അറിയില്ല. എന്തുകൊണ്ടാണ് മാത്തിന് അറിയില്ല എന്ന് പറയാൻ കാര്യം? നമ്മൾ ഇമ്പോർട്ട് മാത്ത് ചെയ്തില്ല. ആദ്യം ഇമ്പോർട്ട് മാത്ത് ചെയ്യണം. അത് കഴിഞ്ഞ് math.sqrt4 എന്ന് പറയുമ്പോൾ 2 വരും. math.sqrt2 എന്ന് പറയുമ്പോൾ 1.414 വരും. അപ്പോൾ math.sqrt ഉപയോഗിക്കാൻ അറിയാലോ. ഇനി ക്വസ്റ്റ്യൻ 4 പോവാം.
write a script to find the area of a circle given the center xc, yc and a point on the circle. Use the function distance 2d x1 y1 x2 y2. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സെൻറ്ററും ചുറ്റളവിന് മേലെയുള്ള ഒരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. അത് നിങ്ങളെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ. ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക. ഫംഗ്ഷനും ഉണ്ട്, നമ്മുടെ സ്ക്രിപ്റ്റും ഉണ്ട്. ഇവിടെ ഫംഗ്ഷൻ കോളാണ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ കണ്ടുപിടിക്കുന്നത്. ഇതിലൊരു എററുണ്ട്. അപ്പോൾ ഇതിൽ ഒരു എററുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഹിൻറ്റ് തരാം. എറർ പിന്നെ സ്ക്രിപ്റ്റിലാണ്, ഫംഗ്ഷനിലല്ല, ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്തല്ല. ആ എറർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതും നമ്മൾ കമ്പ്യൂട്ടറിൽ റൺ ചെയ്ത് നോക്കിയാൽ എറർ കിട്ടും. അങ്ങനെയല്ല, നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചിട്ട് എറർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഫംഗ്ഷൻ ടു ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ വിത്ത് എ ഗിവൺ റേഡിയസ്. ഹെൻസ് റൈറ്റ് എ സ്ക്രിപ്റ്റ് ടു ടെസ്റ്റ് യുവർ ഫംഗ്ഷൻ. ഇത് എളുപ്പമുള്ളതാണ്. ഇത് നിങ്ങൾക്ക് സിൻറ്റാക്സുമായിട്ടൊന്ന് പരിചയം വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റ്യനിലുള്ള പ്രത്യേകത, 2 വാല്യൂസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.